എന്ന് പറയുന്നത് പച്ചക്കറികൾ ധാരാളം കഴിക്കുക, അതിൽ ഇലവർഗ്ഗത്തിൽപ്പെട്ട എല്ലാം കഴിക്കുക. പ്രത്യേകിച്ച് ചീര, മുരിങ്ങയില, തഴുതാമ അതൊക്കെ തോരൻ വെച്ചിട്ടൊക്കെ നമുക്ക് കഴിക്കാം. പിന്നെ പച്ചക്കറി എന്ന് പറയുന്നത് ബീട്രൂട്ട്, ക്യാരറ്റ്, ബ്രോക്കലി അതുപോലുള്ള എല്ലാ പച്ചക്കറികളും നമുക്ക് കഴിക്കാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ. പ്രത്യേകിച്ച് വിറ്റമിൻ സി അടങ്ങിയ നമ്മുടെ ഓറഞ്ച്, ലെമൺ, ഗ്രേപ്സ്, പിന്നെ ബെറീസ് അതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് അയൺ അബ്സോർപ്ഷൻ, അതായത് ഇരുമ്പിനെ നമ്മുടെ ശരീരത്തിൽ ആഗീകരണം ചെയ്യാൻ ഈ വിറ്റമിൻ സി സഹായിക്കുന്നു. അപ്പം വിറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളും പ്രത്യേകിച്ച് ഈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ധാരാളം ഡയറ്റിൽ ഉൾപ്പെടുത്താം. വിറ്റമിൻ B12 അടങ്ങിയ ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാം, അതായത് പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ, മത്സ്യം, മാംസം, സോയാബീൻ അതൊക്കെ കഴിക്കാം. പിന്നെ ഫോളിക് ആസിഡ് കൂടുതലായിട്ടുള്ള ആഹാരങ്ങൾ നമുക്ക് കഴിക്കാം. ബീൻസ്, കിഡ്നി ബീൻസ്, ഗ്രീൻ പീസ് അതൊക്കെ കഴിക്കാം. പിന്നെ നട്ട്സ്, ആൽമണ്ട്, വാൾനട്ട് അതുപോലുള്ള നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് അതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഡേറ്റ്സ് കഴിക്കാം. അപ്പം നമുക്ക് ഈ നട്ട്സിൻ്റെ കൂടെ തന്നെ 4 മണിക്ക് സ്നാക്സ് പോലെ കഴിക്കാൻ പറ്റുന്നതാണ് എള്ളുണ്ട വളരെ നല്ലതാണ്. അപ്പം ഭക്ഷണത്തിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹോം റെമഡീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ തഴുതാമ നമുക്ക് സമൂലമോ അല്ലെങ്കിൽ ഇലയോ ആണെങ്കിലും എടുക്കാം. സമൂലം എടുക്കുകയാണെങ്കിൽ അത് വേരോടെ പറിച്ച് മണ്ണൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരച്ച് അതിൻ്റെ നീരെടുക്കണം. അതായത് 1 മുതൽ 2 ടീസ്പൂൺ നീരെടുത്തിട്ട് അതിനകത്ത് 1 ടീസ്പൂൺ ഹണിയും ചേർത്തിട്ട് നമുക്ക് ദിവസത്തിൽ ഒരു നേരം വീതം ഒരു 3 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാവുന്നതാണ്. ഇങ്ങനെ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ 2 ടീസ്പൂൺ തഴുതാമ 1/2 ഗ്ലാസ് ഇളനീരിനകത്ത് കലക്കി ആഴ്ചയിൽ 3 ദിവസം വീതം 1 മാസം അങ്ങനെ കഴിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഡേറ്റ്സ് നമുക്ക് ദിവസവും ഒരു 2 എണ്ണം വീതം കഴിക്കാം. അല്ലെങ്കിൽ ഒരു 1/2 ഗ്ലാസ് പാലിനകത്ത് 3-4 ഡേറ്റ്സ് എടുത്ത് അരച്ച് നമുക്കത് കുടിക്കാവുന്നതാണ്. അത് ദിവസത്തിൽ ഒരു നേരം ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യാം. അടുത്തതായിട്ട് ശതാവരി, അങ്ങാടി കടയിലൊക്കെ ശതാവരി കിഴങ്ങ് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഒരു ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളം കൂടെ മിക്സ് ചെയ്ത് ഈ ശതാവരി അതിനകത്തിട്ട് ഒരു ഗ്ലാസ് ആയിട്ട് വറ്റിക്കുന്നിടം വരെ അത് ബോയിൽ ചെയ്യിപ്പിക്കുക. എന്നിട്ട് അത് അരിച്ചെടുത്തിട്ട് നമുക്കത് കുടിക്കാൻ പറ്റും. ഇങ്ങനെ എല്ലാ ദിവസവും ഒരു നേരം 1 മാസമായിട്ട് കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് പ്രയോജനം കിട്ടും. അടുത്തതായിട്ട് ഉണക്കമുന്തിരി, ഒരു 5-6 ഉണക്കമുന്തിരി കഴുകി 1/2 ഗ്ലാസ് വെള്ളത്തിനകത്ത് തലേദിവസം സോക്ക് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഉണക്കമുന്തിരി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതും ഈ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നല്ലതാണ്. പിന്നെ തിപ്പലിയുടെ പൊടി ഒരു 2 നുള്ള് 1/2 ടീസ്പൂൺ തേനകത്ത് ചാലിച്ച് ആഴ്ചയിൽ 3 ദിവസം കഴിക്കുക. അങ്ങനെ ഒരു മാസം കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതാണ്. അടുത്തത് നെല്ലിക്കയാണ്. നെല്ലിക്ക നമുക്ക് ദിവസവും ഓരോ നെല്ലിക്ക വീതം കഴിക്കാം, അല്ലെങ്കിൽ നെല്ലിക്കയുടെ ജ്യൂസ് കഴിക്കാം. അത് 1 മാസം കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അടുത്തതാണ് അലോവേറ, കറ്റാർവാഴയുടെ പൾപ്പ് നമുക്ക് അരച്ച് ഒരു 2 ടീസ്പൂൺ കറ്റാർവാഴ നമുക്ക് കഴിക്കാവുന്നതാണ്. അതങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ